ഇപ്പോൾ സാഹിത്യകാരൻ അശോകൻ ചെരുവിൽ ചേരുന്നു. ശ്രീ അശോകൻ ചെരുവിൽ, താങ്കൾ ഇന്ന് രാവിലെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ കൃത്യമായി ആവശ്യപ്പെട്ടിരുന്നു രഞ്ജിത്ത് രാജിവെക്കണമെന്ന്. എന്ത് സാഹചര്യത്തിലാണ് അത്തരമൊരു പോസ്റ്റ് താങ്കൾ ഇട്ടത്? എന്തായാലും രഞ്ജിത്ത് ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണ്. അത് വളരെ ഉചിതമായ നടപടിയായി. ഞാനത് ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കിയതുപോലെ ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ചും സ്ത്രീകളുടെ ഭാഗത്തു നിന്ന്, അതും സിനിമാ മേഖലയാവുമ്പോൾ ആർട്ടിസ്റ്റുകളുടെ ഭാഗത്തു നിന്ന് ഒരു പരാതി അല്ലെങ്കിൽ അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അവർ നേരിട്ട് വന്ന് പറയുമ്പോൾ അതിന്റെ ന്യായാന്യായതകളൊക്കെ പരിശോധിച്ച് തെളിവെടുപ്പും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകുന്നതിനേക്കാളൊക്കെ പ്രധാനമായിട്ടുള്ള സംഗതി അപ്പൊ തന്നെ മാറി നിൽക്കുക എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട ഏതെങ്കിലും പൊസിഷനിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും സർക്കാരുമായി ബന്ധപ്പെട്ട സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് മാറി നിൽക്കുക എന്നുള്ളതാണ്. പിന്നീട് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. ഇപ്പൊ എല്ലാവരും ചോദിക്കും, ദുരാരോപണങ്ങൾ വരാമല്ലോ, വ്യാജമായ ആരോപണങ്ങൾ വരാമല്ലോ, പ്രതികാരത്തിന്റെ ഭാഗമായിട്ട് വരാമല്ലോ. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇവിടെ സ്ത്രീ എന്നുള്ള നിലയ്ക്കുള്ള ഒരു പരിഗണനയാണ്. അത് നമ്മുടെ ഭരണഘടനയും നമ്മുടെ സാമൂഹ്യനീതിയും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ അവരെ മുഖവിലേക്ക് എടുത്തുകൊണ്ട്, പ്രത്യേകിച്ചും ഒരു നേരിൽ വന്ന് പറയുമ്പോൾ അതിനെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് മാറി നിൽക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പുരുഷന്റെ ഉത്തരവാദിത്തമാണ് ഈ കാലഘട്ടത്തിൽ. കാരണം നമ്മുടേത് വളരെ കാലങ്ങളായിട്ട് തന്നെ ഒരു പുരുഷാധിപത്യ സാമൂഹിക സാംസ്കാരിക വ്യവസ്ഥ നിലനിൽക്കുന്ന, ഇപ്പൊ അതൊക്കെ കേരളത്തിലൊക്കെ അത് അതിന്റെ ആ വ്യവസ്ഥയ്ക്ക് ആഘാതം ഏറ്റിരിക്കുന്നു എന്നുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ കാര്യങ്ങളൊക്കെ WCCയുടെ രൂപീകരണവും അവരുടെ സമ്മർദ്ദവും സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള അന്വേഷണ പഠന പരിപാടികളും ഒക്കെ തന്നെ വന്നിരിക്കുന്നത്. അത് അത്തരമൊരു വ്യവസ്ഥയ്ക്ക് തകർച്ച സംഭവിച്ചിരിക്കുന്നതെന്നുള്ളതാണ്. പക്ഷെ അത്തരമൊരു പ്രിവിലേജ് കാലങ്ങളായിട്ട് അനുഭവിച്ചു വന്നിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ പുരുഷന്റെ ഭാഗത്ത് നിന്ന് ഒരു ഉത്തരവാദിത്തമാണത്. ആ ഉത്തരവാദിത്തം പുലർത്താൻ നമ്മൾ അതിന് തയ്യാറാവണം. ആ ഉത്തരവാദിത്തം പുലർത്തുന്ന ആളെ നമ്മൾ ഒരു കുറ്റവാളിയായിട്ട് കാണേണ്ടതില്ല. അയാൾ മാറി നിൽക്കുന്നു. അയാൾ മാറി നിന്നുകൊണ്ട് അന്വേഷണത്തെ നേരിടുന്നു. തന്റെ സത്യസന്ധത സമൂഹത്തിന്റെ മുമ്പാകെ ബോധിപ്പിക്കുന്നു, അല്ലെങ്കിൽ നിയമ സംവിധാനത്തിന്റെ മുമ്പാകെ ബോധിപ്പിക്കുന്നു. ഇങ്ങനെ ചെയ്യാൻ പുരുഷൻ ബാധ്യസ്ഥനാണ് ഈ കാലഘട്ടത്തിൽ. അത് നമ്മുടെ ഒരു ചരിത്രത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള നമ്മുടെ ഒരു അനുഭവമാണത്. അതിന് ഞങ്ങൾ പുരുഷന്മാരുടെ ഇതുപോലെ വിഷമിക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെയൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. മാറി നിൽക്കുക തന്നെയാണ് ഉചിതമായിട്ടുള്ള കാര്യം. അതാണ് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഉന്നയിച്ചത്. വാസ്തവത്തിൽ ആ ഒരു നിലപാട് തന്നെയാണ് പൊതുവെ കേരളം കഴിഞ്ഞ 2 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ മന്ത്രിമാരും, സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനടക്കം, അതുപോലെ തന്നെ ഇടതുപക്ഷത്തും അതുപോലെ തന്നെ രാഷ്ട്രീയ മേഖലയിലൊക്കെ തന്നെ നടന്ന ചർച്ചകളുടെയൊക്കെ വെളിച്ചം അതാണ്. അല്ലാതെ രഞ്ജിത്ത് വെക്കരുത്, രഞ്ജിത്ത് അദ്ദേഹത്തിന് അന്വേഷണം നടക്കട്ടെ, അതിന് ശേഷം അദ്ദേഹം രാജിവെച്ചാൽ മതി എന്നുള്ള കാര്യമൊന്നും ആരും പറഞ്ഞിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരുടെയും നിലപാട് അതായിരുന്നു. അദ്ദേഹം ഇപ്പൊ രാജിവെക്കുകയും ചെയ്തു. ഇനി ആവശ്യമായ അന്വേഷണവും തെളിവെടുപ്പും നടത്തട്ടെ, അദ്ദേഹത്തിന് സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാം, അദ്ദേഹത്തിന് മുന്നോട്ട് പോകാം. അതിലൊന്നും ഒരു പരാതിയുമില്ല, ആർക്കും ചെയ്യാമല്ലോ. ഇതൊരു പ്രത്യേകമായിട്ടുള്ള ഗവൺമെന്റ് പൊസിഷൻ ആയതുകൊണ്ടാണ്. ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനയുടെ ഭാരവാഹിയാണെങ്കിൽ ഇപ്പൊ സിദ്ദിഖ് ചെയ്തല്ലോ, അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിന്റെ അത്തരം പൊസിഷനുകളിൽ പ്രത്യേകിച്ച് സ്ത്രീയുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയർ തുടരാൻ പാടില്ല. ഈ ഒരു സംഗതി. കാരണം അത് നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ ചരിത്രത്തെ മുൻനിർത്തിക്കൊണ്ടാണ്. നമ്മുടെ കേരളത്തിന്റെ അടക്കം ഒരു സംസ്കാരം രൂപപ്പെട്ടത് അങ്ങേയറ്റം പുരുഷ കേന്ദ്രീകൃതമാണ്, പുരുഷ മേധാവിത്വപരമാണ്. സ്ത്രീ അവിടെ വെറും അടിമയായിരുന്നു. വീട്ടിലായാലും നാട്ടിലായാലും ഓഫീസിലായാലും ഒക്കെ തന്നെ. കേരളത്തിന് നവോത്ഥാനം അതുപോലുള്ള സംഗതികളാണ് സ്ത്രീയെ ഇത്തരത്തിലുള്ള ജനാധിപത്യ തുല്യ അവകാശത്തിൻ്റെതായിട്ടുള്ള ഒരു വേദിയിലേക്ക് കൊണ്ടുവന്നത്. പിന്നീട് കേരളത്തിൽ നടന്ന തൊഴിൽ സമരങ്ങൾ, കേരളത്തിൽ നടന്ന സാംസ്കാരിക പ്രവർത്തനം, നമ്മുടെ നോവൽ സാഹിത്യം, നവോത്ഥാനത്തിന്റെ ഒക്കെ തന്നെ ഭാഗമായിട്ട് വന്നിട്ടുള്ള നിരവധി സംവാദങ്ങൾ, ഇതൊക്കെയാണ് സ്ത്രീയെ ഒരു പരിധി വരെ മോചിപ്പിച്ച് വന്നിട്ടുള്ളത്. അതിന്റെ ഒരു ഗുണം ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. തീർച്ചയായും. ഒപ്പം തന്നെ നമ്മൾ കാണേണ്ട ഒരു വിഷയം കൂടിയില്ലേ, അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ ആദ്യ പിണറായി സർക്കാർ ഇത്തരം ഒരു കമ്മിറ്റിയെ വെക്കുകയും അതിൻ്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ ഒരു ഊർജം നമ്മുടെ താരങ്ങൾക്ക്, വനിതാ
താരങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതല്ലേ? ഒരുപക്ഷെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഇല്ലായിരുന്നുവെങ്കിൽ ഇത്തരം വെളിപ്പെടുത്തലുകൾ ഇതിപ്പോൾ കമ്മീഷന് മുന്നിൽ കമ്മിറ്റിക്ക് മുന്നിൽ അവർ മൊഴി കൊടുത്തില്ല എങ്കിൽ പോലും പുറത്തെങ്കിലും അവർക്ക് പറയാനുള്ള ഒരു ആർജവമുണ്ടായത്, ധൈര്യമുണ്ടായത് ഈ ഒരു കമ്മിറ്റി കാരണമല്ലേ? തീർച്ചയായിട്ടും. അതായത് ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് വന്നു എന്ന് മാത്രമല്ല, ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം, ഭരണപരമായ ഒരു സൗകര്യം, അതായത് തങ്ങളെ സംരക്ഷിക്കാൻ തങ്ങൾ തുറന്നു പറഞ്ഞാൽ, മറ്റൊക്കെ തുറന്നു പറഞ്ഞാൽ, അതെല്ലാം ഇപ്പൊ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ട് ഇത്ര കാലം നിങ്ങൾ അടക്കി പിടിച്ചിരുന്നു, നിങ്ങളൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ജെനുവിനായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ പോലും അവരെ മാറ്റി നിർത്തുകയാണ്, അവരെ അവഗണിക്കുകയാണ്, അവർ തള്ളിക്കളയുകയാണ്. മാത്രമല്ല അവർക്കെതിരായിട്ടുള്ള അസഭ്യകരമായിട്ടുള്ള പരാമർശങ്ങളും മറ്റു തരത്തിലുള്ള ആക്രമണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു നിലയ്ക്കും എത്രമാത്രം പീഡനം അനുഭവിച്ചാലും എത്രമാത്രം ദുരിതം അനുഭവിച്ചാലും പുറത്ത് പറയാൻ പാടില്ല എന്നൊരവസ്ഥയാണ്. ആ അവസ്ഥക്കെതിരെ അത് തുറന്നു പറയുന്നതിനുള്ള ഒരു അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഭരണത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി.